ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഗാങ്സ് എന്ന് പറഞ്ഞ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ 10 hours എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് 2 days to go പോസ്റ്റർ വന്നു. പിന്നെ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിൻ്റെ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് 9 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്ലക്സ് ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഫ്ലക്സ് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഗ്രേസ്കി എന്ന് പറഞ്ഞ പടത്തിലത്തെ യുൻ ഹി ചലെ ഗേ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ മാസ്റ്റർ തര എന്ന് പറഞ്ഞ പടത്തിലത്തെ തൂമേര ലവർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 5 million+ വ്യൂസ് കഴിഞ്ഞെന്നുള്ള അറിയിച്ചു. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ April 18 എന്ന് വെച്ചാൽ നാളെ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറഞ്ഞ പടത്തിൻ്റെ എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ലോക്ക്ഡൗൺ ലോഡർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒഡേല 2 എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ട് ഇന്ന് റിലീസ് ആവാനുള്ള അറിയിച്ചുകൊണ്ട് ഇന്നലെ പോസ്റ്റർ വന്നിരുന്നു. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ആച്ചല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങും പറഞ്ഞിരുന്നു. വന്നിട്ടുണ്ട്. സെക്കൻഡ് സിംഗിൾ ആണ്. പിന്നെ പടത്തിന്റെ യുകെയിലത്തെയും യൂറോപ്പിലത്തെയും തിയേറ്ററുകളിൽ റിലീസ് എടുത്തിരുന്നത് വിത്തേഴ്സ്, അഹിംസ എന്റർടൈൻമെന്റ് ഇവരെ കൂടിയിട്ടാണ്. പിന്നെ സിത്താര ജമീൻ പർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഡബിംഗ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അമീർ ഖാനും ഗനീലിയ ദേശ്മുഖ് എന്ന് പറഞ്ഞ ആളാണ് മെയിൻ കഥാപാത്രം എത്തുന്നത്. RS പ്രസന്ന എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. എന്തായാലും 2025 ജൂണിലായിട്ട് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ യമദോങ്ക എന്ന് പറഞ്ഞിട്ടുള്ള NTRന്റെ പടം റിലീസിന് വരികയാണ് മെയ് 18, 19, 20 ഒക്കെ ആയിട്ട്. പിന്നെ ഹിറ്റ് തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാനിൻ്റെ പടത്തിന്റെ കേരളത്തിൻ്റെ തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് വേഫറൽ ഫിലിംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. എന്തായാലും അതിന്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള കമൽഹാസന്റെ മണിരത്നം നടക്കുന്ന പടം റഹ്മാനാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോഴത്തെ ജിങ്കച്ച എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വരാൻ പോവാണ് April 18. അപ്പോൾ അതിന്റെ ഒരു ചെറിയ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പാട്ടിന്റെ ലിറിക്സ് ചെയ്തിട്ടുള്ള കമൽഹാസനാണ്, അതും അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഈ 17 റിലീസ് ആവുന്നുള്ള കേട്ടായിരുന്നു. പക്ഷെ അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് മെയ് 1 എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാളുടെ സർക്കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം മെയ് 8 അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മാറ്റിയൊക്കെ അറിയത്തില്ല, എന്തായാലും കണ്ടറിയാം. പിന്നെ റെട്രോ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് പൂജാഗിയുടെ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആയിട്ട് സംഭവം പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് അത് നാളെയാണ് നടക്കാൻ പോകുന്നത് നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് 5 മണി മുതൽ. എന്തായാലും ട്രെയിലർ ഗംഭീരമാവുമെന്ന് വിചാരിക്കാം. എന്തായാലും പാട്ടിൽ കണിമ എന്നിട്ടുള്ള പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. പിന്നെ മമ്മൂട്ടിയിൽ ഒരു പുതിയ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന്റെ ആളുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ ആണ്. ആളുടെ ബർത്ത്ഡേ വിഷയം കൊണ്ട് ഇറക്കിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഫോട്ടോ ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പടം കണ്ടവർക്ക് അറിയാം ഇതിന്റെ റേഞ്ച് എന്താണെന്നുള്ളത്. ഗംഭീര സാധനമായിരുന്നു. അപ്പൊ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കെ ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോട്ടെ. പിന്നെ യശിന്റെ അടുത്തായിട്ട് വരാൻ പോണ പടമാണ് ടോക്സിക് എന്ന് പറഞ്ഞിട്ടുള്ള ഗീതു മോഹൻദാസാണ് പടം എടുക്കുന്നത്. ഈ പടത്തിൽ നയൻതാര ജോയിൻ ചെയ്തെന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. കുറച്ച് മുന്നേ അറിഞ്ഞതാണ്, ഇപ്പോഴാണെന്ന് പറയുന്നത് മാത്രം. പിന്നെ കൈതി 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഈ അടുത്തൊന്നും തുടങ്ങില്ല, ഈ വർഷത്തിലേ തുടങ്ങില്ല എന്നുള്ള രീതിയിലൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഈ വർഷം ലാസ്റ്റിൽ തുടങ്ങുന്നതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുന്നേ നമ്മൾ കുറച്ച് അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം തന്നെ തുടങ്ങുന്നുള്ളത്. എന്തായാലും ഈ വർഷം ലാസ്റ്റിൽ തുടങ്ങുന്നതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ SSMB 29 സൂപ്പർ സ്റ്റാർ മഹേഷോവിന്റെ SS രാജമൗലി എടുക്കുന്ന പടം. ആ പടത്തിന്റെ 2 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്, അനൗൺസ്മെന്റ് വീഡിയോ ആയിട്ട്. എന്തായാലും മിക്കവാറും ഈ വർഷം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന്റെ ഉള്ളിലായിട്ട് ഇറക്കും തോന്നുന്നുണ്ട്, ജൂണിന്റെ ഉള്ളിലൊക്കെ ആയിട്ട്. എന്തായാലും കണ്ടറിയാൻ വരുമില്ല എന്നുള്ളതൊക്കെ. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ.